അരനൂറ്റാണ്ട് മുൻപ് സർക്കാർ പട്ടയം നൽകിയ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിനായി ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഇടുക്കി വാഗമണിലെ 14 കുടുംബങ്ങൾ. പട്ടയം ലഭിച്ച ഭൂമിക്ക് സ്വകാര്യ തേയിലത്തോട്ടം ഉടമകൾ അവകാശം ഉന്നയിച്ചതോടെയാണ് പട്ടയ ഉടമകൾ പ്രതിസന്ധിയിലായത്. വാഗമൺ ബോണാമിയിൽ 1977-78 കാലത്താണ് 14 കുടുംബങ്ങൾക്ക് സർക്കാർ ഭൂമി അനുവദിച്ചത്. എന്നാൽ പിന്നീട് സ്വകാര്യ തേയിലത്തോട്ടം ഉടമകൾ ഈ ഭൂമിക്ക് അവകാശമുന്നയിച്ചു. ഇതോടെ ഭൂമിക്ക് കരമടയ്ക്കാനോ സ്ഥലം പോക്കുവരവ് ചെയ്യാനോ കഴിഞ്ഞില്ല. ഇതിനിടെ പട്ടയ ഉടമകൾ പലരും മരിച്ചു. ഇവരുടെ അനന്തരാവകാശികൾ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന് പരാതി നൽകി. തുടർന്ന് കമ്മീഷൻ തോട്ടമുടമകളോട് ഭൂമിയുടെ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇവർക്ക് രേഖകൾ നൽകാൻ കഴിഞ്ഞില്ല. ഇതോടെ പട്ടയ ഉടമകളായ 14 പേരുടെയും ഭൂമി 3 മാസത്തിനകം പോക്കുവരവ് ചെയ്തു നൽകാൻ കമ്മീഷൻ 4 വർഷം മുമ്പ് ഉത്തരവിട്ടു. ഈ ഉത്തരവ് നടപ്പാക്കാൻ റവന്യൂ അധികൃതർ തയ്യാറാകുന്നില്ല. 3 മാസത്തിനകം ഈ ബാക്കിയുള്ള 14 പേർക്ക്, ബാക്കിയുള്ള 6 പേർക്ക്, ഞങ്ങൾ 4 പേരെ പോയത് അവർക്കൊണ്ടേ 3 മാസത്തിനകം പോക്കുവരവ് ചെയ്ത് പട്ടയം സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് വിധി പറഞ്ഞു. പിന്നെ രണ്ടാമത് ഒരു അദാലത്ത് നടക്കും, അതിലേയും പറഞ്ഞ് 1 മാസം ചെയ്യണം. മൂന്നാമതും പറഞ്ഞു. ഇത്തരം ചേറ്റ് ഇതുവരെ നടത്തിയിട്ടില്ല. റവന്യൂ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും പട്ടയഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചു നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. നിലവിൽ ഈ കേസ് കാര്യങ്ങളായിട്ട് പോകുമ്പോൾ എസ്റ്റേറ്റുകാരുടെ സ്ഥലമാണെന്ന് പറഞ്ഞ് കുറേ നാൾ അതിന് പുറകെ നടന്ന്, പിന്നെ ഗവൺമെൻറ് വന്ന് അതിൻ്റെ സീലൊക്കെ വെച്ചിട്ട് പോയി. ഇതൊക്കെ ഞങ്ങളുടെ ഒറിജിനൽ സ്ഥലം പട്ടയത്തിന് തന്ന സ്ഥലത്തിന് ഇതുവരെ പോക്കുവരത്തും ചെയ്തിട്ടില്ല, ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല. 50 വർഷം മുമ്പ് ലഭിച്ച പട്ടയഭൂമി ഇപ്പോഴും സ്വകാര്യ തോട്ടമുടമകൾ വേലികെട്ടി തിരിച്ച് കൃഷി ഇറക്കുന്നു. നിർധനരായ തൊഴിലാളി കുടുംബങ്ങൾ ഇപ്പോഴും നിയമ പോരാട്ടത്തിലാണ് തങ്ങളുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിനായി. അമൃത ന്യൂസ്, ഇടുക്കി.